ഇതാ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഓട്സ് ഓംലെറ്റാണ് കാണിക്കാൻ പോകുന്നത്. ഡയറ്റ് ചെയ്യുന്നവർക്കും തിരക്കുള്ള സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്നതുമായ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റുള്ളതും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓട്സ് ഓംലെറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ 1 കപ്പ് ഓട്സ് എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് പൊടിക്കാതെയും ചെയ്യാവുന്നതാണ്. പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അത്ര അധികം പൊടിയണമെന്നില്ല, കുറച്ചൊന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഓട്സ് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. ഓട്സ് ഞാൻ പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതിൽ ഒരു സവാള പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കാം. ഒരു ചെറിയ കഷ്ണം സവാള പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കാം. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കാം. ഈ കപ്പിലെടുത്ത വെള്ളത്തിൽ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. കുറച്ച് നേരം കുതിരാൻ എടുത്ത് വെക്കാം. സവാളയും മുഴുത്ത് കിടക്കാതിരിക്കാനാണ് ഞാൻ ആദ്യമേ ചേർത്തത്. ഒരു 3 മിനിറ്റ് കുതിരാൻ വെക്കാം. ഓട്സ് കുതിരാൻ വെച്ചിട്ട് ഇനി ഓംലെറ്റിനുള്ള സാധനങ്ങൾ എല്ലാം എടുത്ത് വെക്കാം. സവാള 2 ടേബിൾ സ്പൂൺ, ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം സവാള 2 ടേബിൾ സ്പൂൺ, പച്ചമുളക് 1 കുറച്ച് കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില ചേർക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചേർക്കാം. വെജിറ്റബിൾസ്, തക്കാളിയോ ക്യാരറ്റോ ഒക്കെ ചേർക്കാം. പക്ഷെ ഞാൻ ഇവിടെ ഒന്നും ചേർക്കുന്നില്ല. ഇത് മൊത്തം ഈ മുട്ടയിലിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് അധികം ഇടരുത്, കൂടിപ്പോവും. കുറച്ച് ഉപ്പിട്ടാൽ മതി. ഇത്ര ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഡയറ്റ് ചെയ്യുന്നവർക്കും വണ്ണം കുറക്കാനുള്ളവർക്കും എല്ലാം ഒരു ഉപകാരപ്പെടുന്ന ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു നുള്ള കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഓട്സിൻ്റെ മിക്സിൽ ഇത് ഇട്ട്, ഓട്സിൻ്റെ മിക്സ് ഇങ്ങോട്ട് ഇട്ടാലും മതി, ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഇച്ചിരി നേരം അടച്ചു വെക്കാം. ഇനി ഓട്സ് ദോശ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. അതിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുക. നോൺ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുന്നതാണ് നല്ലത്. ഇതിലാവുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നത് ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ചമ്മന്തിയും കൂടെ ഉണ്ട്, തേങ്ങാ ചമ്മന്തി. താളിക്കൊന്നുമില്ല. കുറച്ച് തേങ്ങ, കുറച്ച് ഇഞ്ചി, ചുവന്നുള്ളി, ഉപ്പ്, പച്ചമുളക്, ഇത് മിക്സിയിൽ അടിച്ചെടുത്ത് ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുന്നത് നല്ല രുചിയുള്ള ഒരു ചമ്മന്തിയാണിത്. ചട്ടി ചൂടാകുമ്പോൾ ഈ മിക്സ് ഇട്ട് കൊടുക്കാം. ആദ്യം ഒരെണ്ണത്തിനുള്ളത് ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം.
അടച്ചു വെച്ചത് ഇടക്കൊന്ന് തുറന്നതിന് ശേഷം കുറച്ച് നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കാം. വീണ്ടും അടച്ചു വെക്കാം. ഈ ഓംലെറ്റ് ഡയറ്റ് ചെയ്യുന്നവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ, എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാവുന്നവർക്കും ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ചെയ്തു നോക്കണേ. 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അടിയിലൊന്നും പിടിക്കുന്നില്ല, നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ ഓംലെറ്റ് ചെയ്തെടുത്താൽ മതി. നല്ല പ്രോട്ടീനും ഹെൽത്തിയുമായ ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇതെല്ലാവരും ചെയ്തു നോക്കണം. തിരിച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടി വേവിച്ചു. ഓട്സ് വെന്തില്ലെങ്കിൽ വയറിന് വേദന വരും, അതുകൊണ്ടാണ് നല്ലപോലെ വേവിക്കുന്നത്. നിങ്ങൾക്ക് പാല് ചേർക്കണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാൻ പാലൊന്നും ചേർത്തിട്ടില്ല. ഡയറ്റ് ചെയ്യുന്നവർക്ക് പാല് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. അധികം സമയമൊന്നും വേണ്ട ഇതുണ്ടാക്കാൻ. വളരെ ടേസ്റ്റിയായ ഓംലെറ്റാണിത്, ഹെൽത്തിയുമാണ്. ഇത് ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കണം. നല്ലപോലെ മുരിച്ചെടുക്കണം. ഓട്സ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സർവിങ് ബൗളിൽ വിളമ്പുക. ഇതെല്ലാവരും ചെയ്തു നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ.